ഹലോ ഗായ്സ്, എൻ്റെ നാട്ടിൽ ഡയറി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ രാവിലെ തന്നെ ഞാനും അനിയനുണ്ട്, പിന്നെ പെങ്ങളോട്ടിയുണ്ട്. പെങ്ങളും ഉമ്മച്ചും കൂടെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു കടയിൽ കയറിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ വണ്ടിയിൽ പോസ്റ്റ് എങ്ങനെ ഇരിക്കുകയാണ്. ഇതേപോലെ ഉമ്മയും പെങ്ങളും ഏതെങ്കിലും ഷോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ പോസ്റ്റ് ആയിരിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ക്ലബ്ബ് വരെ ഒന്ന് പോയിട്ടാ. കുറേ കാലേ ക്യാരംസ് കളിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ. പിന്നെ അന്ന് രാത്രി ഈ ചെങ്ങന്മാരെപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കോട്ടക്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് നല്ല ഫുഡ് അടിച്ച്. അടുത്ത ദിവസം ഞാൻ അനിയനും പെങ്ങളെയും കൂട്ടിയിട്ട് നേരെ മിനിയൂട്ടിക്ക് പോയി. മിനിയൂട്ടിലൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മുന്നൊക്കെ നമ്മൾ കോട കാണാൻ വേണ്ടിയിട്ട് രാവിലെ അണിച്ച് പോയായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ തന്നെ മിനിയൂട്ടിക്ക് കയറാം. അപ്പോൾ ആ ഒരു വൈബ് കിട്ടാനൊക്കെ കൂടിയിട്ട് ഞാനും അനിയനും പെങ്ങളും കൂടി ഒന്ന് പോയി. അന്ന് ഉച്ചയ്ക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ്റെ കല്യാണമായിരുന്നു. അത് ഞങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്തു. അന്ന് നമ്മൾ കുറേ കണ്ടൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട്. ഇവർ കണ്ടൻറ്റൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ ഇവരെ കൂടെ കുറച്ച് കണ്ടൻറ്റൊക്കെ ചെയ്ത് ഞാൻ അതിൽ 1-2 കണ്ടൻറ്റ് മില്യനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയായി പിന്നെ ചിലർക്കൊക്കെ ഈ ചായ കുടിക്കാനൊക്കെ എന്നെ തിളച്ച് കയറണ മാതിരി കോഴിക്കോട് ബീച്ചിൽ പോകാൻ തിളച്ച് കയറും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് നമുക്ക്. അപ്പം നേരെ കോഴിക്കോട് ബീച്ച് പോയി കുത്തരണം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ചെങ്ങായിമാരപ്പം ഓരോ വെട്ടും സ്വർഗങ്ങളും കേട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടാ ഇരിക്കുന്ന സ്ഥലം. ഇങ്ങോട്ടൊക്കെ മറ്റേ ഇവനെ ഞങ്ങളിപ്പോൾ പോണത് കോഴിക്കോട് ഏതോ ഒരു കാട്ടുമുക്കിൽ ഒരു കാട്ടിലൊരു ഡാമുണ്ട്. കൊച്ചു ഡാമാണെന്ന് പറഞ്ഞ്. എങ്കിൽ ആ കൊച്ചു ഡാമെങ്കിൽ കൊച്ചു ഡാമും കാടുകളാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കാടുകളിൽ വസിക്കാനും കാടുകൾ വഴി പോകാനുമാണ്. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തോട് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വേണമെങ്കിൽ ചാടാ കുളിക്കാന്നൊക്കെ പറഞ്ഞു. വെള്ളം ഉണ്ടോ വെള്ളമില്ലേ ഒന്നും അറിയില്ല. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടാ. പക്ഷെ വെള്ളമൊന്നുമില്ല. ആൾക്കാർ കുറേ കുളിക്കണൊക്കെ ഉണ്ട്. ഉള്ള വെള്ളത്തിൽ പോയിക്കൊണ്ട് കുളിക്കുന്നുണ്ട്. ഓൽക്ക് വല്ല അസുഖം വരുമെന്നാവും. അവരെ വർത്താനൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ പേരും വള്ളക്കാരം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് എവിടേക്കും കടക്കാൻ പറ്റൂലേക്കാരം. അമ്മയൊരു വള്ളക്കാരൻ. ഞങ്ങൾ ഈ തോടും കടന്ന് ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കടന്ന് നടന്ന് ഇങ്ങനെ പോയി. ഞാൻ സാധാരണ എൻ്റെ കണ്ടന്റ് ചെയ്യുന്ന പോലെ അല്ലാതെ നല്ല വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൻ്റെ നടുവ് പോയിട്ട് നിന്നായിരുന്നു. പക്ഷേ ഈ ചങ്ങായിമാർ ഒരിക്കലും സമ്മതിക്കുന്നില്ല. കല്ലെടുത്തറിയാൻ വെള്ളം തെറിപ്പിക്കുക അങ്ങനെ പല പരിപാടികളും ചെയ്തിട്ട് അതങ്ങോട്ട് മുടക്കി. അവിടെ സ്കൂളിൽ നിന്ന് ടൂറായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളും ടീച്ചേഴ്സും ആട്ടും പാട്ടൊക്കെ ആയിട്ട്. അങ്ങനെ ഈ തോടിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നിങ്ങനെ പോയി. ഈ നടക്കുന്ന സമയത്തൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കൽ തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾക്ക് പിന്നെ അവിടെ അത്ര വലിയ വൈബ് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. ഇത് കപ്പിൾസിനുള്ള ഏരിയയാണ്, കുപ്പിൾസിനുള്ളതല്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ പരിപാടി തുടങ്ങി. വായി നോക്കുക, ഐസ്ക്രീം തിന്ന കുലുക്കി സർബത്ത് കുടിക്കുക. അങ്ങനെ കാറിലെ ആട്ടും പാട്ടൊക്കെ ആയിട്ടുള്ള വരുന്ന വരവോടെ ഞങ്ങളാകെ വേർത്ത് കുളിച്ചു. അതിനർത്ഥം ഞങ്ങൾക്ക് പൈച്ചു തന്നെ അതിൻ്റെ അർത്ഥം. അപ്പം ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നല്ല മന്തി ഓർഡർ ചെയ്തു. മന്തിയുടെ തീറ്റ തുടങ്ങി. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തീറ്റ ഒന്നുമല്ല, അറഞ്ചും പുറഞ്ചും തിന്നായിരുന്നു ഞങ്ങൾ. ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടി കയറി ഞങ്ങളുടെ ആട്ടും പാട്ടും തുടങ്ങി. നാട്ടിൽ ഇതുപോലത്തെ കിടുമാണ്ടി വ്ളോഗായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. ബൈ ചാച്ച.